അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്ന് റമളാൻ 10 ആണ്. പരിശുദ്ധ റമളാൻ 10-ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക ലബ്ധിയുടെ 10-ാമത്തെ ആണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സ് പിന്നിട്ടപ്പോൾ ഇതുപോലത്തെ ഒരു റമളാൻ 10-നാണ് അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമ സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത്. ഇന്ന് ഖദീജ ബീവി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആണ്ടുദിനമാണ്. എല്ലാവരും ആ മഹദിയെ ഓർക്കുകയും പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു ദിവസമാണ് ഇന്ന്, പ്രിയപ്പെട്ട സഹധർമ്മിണി വിട പറഞ്ഞതിൻ്റെ പേരിൽ. ആ മഹദിയെ ഓർത്ത് അവരുടെ ഹദറത്തിലേക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നമുക്കല്പം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കാം. ഖദീജ ബിന്തു ഖുവൈലിദിൻ്റെ മകൾ ഖദീജയാണ്. ഖദീജ ഖുറൈശി തറവാട്ടിൽ ജനിച്ച മഹദിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഫാത്തിമ ബിന്തു സായിദ എന്ന മഹദിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഖുറൈശികളിൽ അറിയപ്പെട്ട വലിയ പ്രൗഢിയുള്ള തറവാട്ടിൽ വലിയ പ്രൗഢിയോടുകൂടെ ജീവിച്ചു വളർന്നു വന്ന മഹദിയാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുൻപ് 2 ഭർത്താക്കന്മാരെ കീഴിൽ മഹദി താമസിച്ചിട്ടുണ്ട്. ഒരാൾ അബൂഹാല എന്ന് പറയുന്നവരാണ്. അബൂഹാല എന്ന ഭർത്താവിൽ ഹിന്ദ്, ഹാല എന്ന പേരിൽ 2 മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ആ അബൂഹാല എന്ന ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് മഹദിയെ വിവാഹം കഴിച്ചു മറ്റൊരു ഭർത്താവ്. അതീഖ് ഇബ്നു ആയിദ് മഖ്സൂമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ദാമ്പത്യ ജീവിതത്തിൽ ഹിന്ദ് എന്ന ഒരു കുട്ടിയും അവർക്ക് ലഭിക്കുകയുണ്ടായി. ആ ഭർത്താവ് മരണപ്പെട്ടു. 3 കുട്ടികൾ മൂന്ന് കുട്ടികളെയും തന്നെയും തനിച്ചാക്കി ആ അതീഖ് എന്ന ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അതിനുശേഷം പിന്നീട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മറ്റു ആരെയും വിവാഹം കഴിക്കാൻ കൂട്ടാക്കാതെ ഈ മക്കളോടൊന്നിച്ച് സുന്ദരമായ ജീവിതം നയിക്കുകയായിരുന്നു. പ്രൗഢിയുള്ള ഖുറൈശി തറവാട്ടിലെ പല പ്രമാണിമാരും വിവാഹാന്വേഷണം നടത്തിയെങ്കിലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ താല്പര്യം പ്രകടിപ്പിക്കാതെ ബിസിനസ് മേഖലയിൽ ശ്രദ്ധ തിരിച്ച് വലിയൊരു സമ്പന്നയായ ബിസിനസ്സുകാരിയായ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാമത്തെ വയസ്സ് ആകുന്നതിന് മുൻപ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കച്ചവട ആവശ്യാർത്ഥം ഖുറൈശികളിലെ വിശ്വസ്തരായ ചെറുപ്പക്കാരെ തൻ്റെ കച്ചവട സംഘത്തിൻ്റെ കൂടെ പല ഭാഗങ്ങളിലേക്കും പറഞ്ഞയക്കുന്ന ആ പതിവനുസരിച്ച് മൈസറത്ത് എന്ന തൻ്റെ അടിമയുടെ കൂടെ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് എന്നു പേരുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ കച്ചവട സംഘത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നത്. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സാധാരണ കച്ചവടം നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ലാഭം നേടുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തപ്പോൾ മൈസറത്ത് എന്ന ഖദീജ ബീവിയുടെ അടിമ, കച്ചവട സംഘത്തിൽ കൂടെ പോയ അടിമ തിരിച്ചു വന്നതിന് ശേഷം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിയെ സംബന്ധിച്ച്, പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയപ്പെട്ട മുത്തുനബിയെ സംബന്ധിച്ച് ധാരാളം സവിശേഷമായ വാർത്തകളും വിവരങ്ങളും ഖദീജ ബീവിയുമായി പങ്കുവെക്കുകയാണ്. യാത്രയിലുണ്ടായ അത്ഭുതങ്ങളും കച്ചവടത്തിൽ ലഭിച്ച അത്ഭുതകരമായ വളർച്ചയും ലാഭവുമെല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ചിന്തിപ്പിച്ചു. ഖദീജ ബീവി സ്വാഭാവികമായും ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസ്യതയും അവിടുത്തെ കുടുംബ മഹിമയും അത്ഭുതകരമായ സവിശേഷതയും മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിച്ചാലോ എന്ന് ആഗ്രഹിച്ചു പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ മാർഗത്തിൽ ചിന്തിക്കുകയും അതിന് ദൂതന്മാരെ പറഞ്ഞു വിടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹാന്വേഷണവുമായി പലരും അടുത്തെത്തിയപ്പോൾ ഞാനെങ്ങനെ കല്യാണം കഴിക്കാൻ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന നിലയ്ക്ക് നിഷേധാത്മകമായി സമീപിച്ചപ്പോൾ അങ്ങേക്ക് കുഫുവത്ത ഖുറൈശികളിൽപ്പെട്ട ഒരു മഹദിയെ വധുവായി ലഭിച്ചാൽ കല്യാണത്തിന് തയ്യാറാകുമോ എന്ന് കൂട്ടത്തിലുള്ള നഫീസ ബിന്തു ഉമയ്യ എന്ന് പറയുന്ന മഹദി കല്യാണ അന്വേഷണത്തിൻ്റെ ഭാഗമായി നബി തങ്ങളോട് അന്വേഷണം നടത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഖുറൈശിയിലെ മഹദി എന്ന് അന്വേഷിക്കുകയും അത് ഖദീജയാണെന്ന് പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയും വിവാഹത്തിന് സമ്മതമറിയിക്കുകയും ദൂതന്മാർ മുഖേന വിവാഹകാര്യം അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്മാരും
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരന്മാരും പരസ്പരം സംസാരിച്ച് വിവാഹം നടക്കുകയാണ്. ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സും പ്രായമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബീവിയുടെയും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾക്ക് താങ്ങും തണലുമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിൽക്കുന്നു. അവിടുത്തെ ദാമ്പത്യ ജീവിതത്തിൽ 6 മക്കൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജന്മം നൽകുന്നു. ആദ്യം ഖാസിം എന്ന കുട്ടി ജനിക്കുന്നു. പിന്നീട് സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ, അബ്ദുള്ള, അങ്ങനെ സൈനബ്, ഇങ്ങനെ 6 മക്കൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജന്മം നൽകുകയാണ്. മുത്തുനബി ഖദീജ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ഈ 6 മക്കളിൽ ആൺമക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വിട പറഞ്ഞ സംഭവം നമുക്കറിയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്നേഹത്തോടെ സന്തോഷത്തോടെ അല്ലലും അലട്ടലുമില്ലാത്ത ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത്. മുത്തുനബി തങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം വരുമ്പോഴേക്ക് താങ്ങായി തണലായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. സാമ്പത്തികമായി മുത്തുനബി തങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഖദീജ ബീവിയുടെ വിശാലമായ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ ദീനീ പ്രവർത്തനത്തിനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ട് കൂടെ നിൽക്കുകയാണ് മഹദിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ. വിശാലമായ സംഭവമാണ്. ചുരുങ്ങിയ വോയിസിനകത്ത് ചെറിയ ചില സംഭവങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വ ലബ്ധി പരസ്യപ്പെടുത്താനുള്ള അനുമതി കൽപ്പന വന്ന ഹിറാ ഗുഹയിൽ നടന്ന ആ വലിയ സംഭവം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുകയും ഇഖ്റ എന്ന് ഓതാൻ പറയുകയും ഓത്തറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളെ കൂട്ടിപ്പിടിക്കുകയും പിന്നീട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ആ പരിശുദ്ധമായ സൂറത്ത് ഓതിക്കൊടുക്കുകയും ചെയ്തപ്പോൾ പേടിച്ച് വിറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വരുന്നത് മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്കാണ്. സമ്മിലൂനി, എന്നൊന്ന് പുതപ്പിട്ട് മൂടൂ, ഞാൻ പേടിച്ചു, അത്ഭുതകരമായ പരിചയമില്ലാത്ത ഒരാളെ കണ്ടു എന്നതൊക്കെ പറഞ്ഞ് പേടിച്ച് വിറച്ച് വീട്ടിൽ കഴിയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ശരീരത്തിൽ പുതപ്പിട്ട് മൂടിയിട്ട് സമാധാനത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ തലോടലും നൽകി. അബിശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹ്മ വതസ്തുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതഖ്രിൽ ലൈഫ വതുഈരു അലാ നവാഇബിൽ ഹഖ്. പ്രിയപ്പെട്ടവരെ, അങ്ങ് സന്തോഷിക്കൂ, പേടിക്കേണ്ടതില്ല. തങ്ങൊന്നും മോശമായ ജീവിതത്തിൽ ചെയ്യാത്തവരല്ലേ. അള്ളാഹു നിങ്ങളെ കൈവിടൂല. നിങ്ങൾ കുടുംബബന്ധം ചേർത്തി സത്യം പറഞ്ഞ് പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിഥികളെ സൽക്കരിച്ച് മാന്യമായി ജീവിക്കുന്ന ആളാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. എന്തോ ഒരു സന്തോഷത്തിൻ്റെ സുവിശേഷമാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച് സമാധാനിപ്പിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന അന്ന് ക്രിസ്തീയ പുരോഹിതനായി അറിയപ്പെട്ട പണ്ഡിതൻ്റെ അടുത്തേക്ക് നബി തങ്ങളെ കൂട്ടിപ്പോവുകയും അദ്ദേഹവുമായി ഈ സംഭവം പങ്കുവെക്കുകയും അത് ജിബ്രീൽ എന്ന മലക്കാണെന്നും വലിയ ഭാവി നിങ്ങൾക്കുണ്ടെന്നുമുള്ള സന്തോഷ വാർത്ത വറഖത്ത് ബിൻ നൗഫൽ നടത്തിയ വിശദമായ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അങ്ങനെ സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് അവർ വീണ്ടും ആ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമുള്ള പ്രവാചകരും പ്രവാചകരുടെ ഭാര്യയുമായി മാതൃകാപരമായ ജീവിതം നയിക്കുകയാണ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ തണലായി താങ്ങായി കൂടെ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സ് പ്രായമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള കുടുംബജീവിതം 25 വയസ്സ് പിന്നിട്ടപ്പോൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ 65-ാമത്തെ വയസ്സിൽ ഇതുപോലത്തെ ഒരു റമദാനിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. നബി തങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച വേർപാടായിരുന്നു അത്. നബി തങ്ങളെ ഏറ്റവും ദുഃഖിപ്പിച്ച സംഭവമായിരുന്നു അത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പഠിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീലുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ ഖദ് അത്തത് മഅഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബുൻ فإذا هي أتتك فقرأ عليها السلام من ربها ومني وبشرها ببيت في الجنة من قصب لا صخب فيه ولا نصب. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്.
എന്നിട്ട് പറഞ്ഞു ജിബ്രീൽ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇത് ഖദീജയാണ്. ഖദീജ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെയും എൻ്റെയും സലാം ഖദീജ ബിവിക്ക് അങ്ങ് പറയണം. ഖദീജ ബിവിക്ക് സ്വർഗത്തിൽ അള്ളാഹു തആല ഒരു പ്രത്യേക മാളിക തയ്യാറാക്കിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യണം എന്ന് ജിബ്രീൽ പഠിപ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഒരു 15 വയസ്സിന് ശേഷമാണ് നബി തങ്ങൾ പ്രവാചകരായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ 15 വർഷം ഖുറൈശികൾക്കിടയിൽ സർവ്വസമ്മതരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നുബുവത്തിൻ്റെ പ്രഖ്യാപനത്തോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ കണ്ണിലെ കരടായി മാറുന്നത്. പക്ഷേ ശത്രുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ തണലായി കൂടെ നിന്നു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വിശ്വസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും നബി തങ്ങളോടുകൂടെ നിസ്കരിക്കുകയും ആദ്യമായി നിസ്കരിക്കുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഖദീജ ബീവിയെ പ്രശംസിക്കാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നല്ല വർത്തമാനങ്ങൾ ഖദീജ ബീവിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, എന്താണ്, ഹൽ കാനത്ത് ഇല്ല അജൂസൻ, അതൊരു കിഴവിയായിരുന്നില്ലേ, അത് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ ഖൈറായ ഭാര്യമാരെ നിങ്ങൾക്കിപ്പോൾ വേറെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫഖാദിബ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ലാ വല്ലാഹി മാ അബദലനി അല്ലാഹു ഖൈറൻ മിൻഹ, എനിക്ക് ആ ഖദീജയേക്കാൾ ഖൈറായ ഒരു ഭാര്യയെയും പിന്നീട് കിട്ടിയിട്ടില്ല. ആമനത്ത് ബി ഇത് കഫറന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നവളാണ് ഖദീജ. വസദ്ദഖ്തനി ഇത് കദ്ദബനി അന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ചവരാണവർ. വാസത്തിനി ബിമാലിഹ ഇത് ഹറമനി അന്നാസ്, ജനങ്ങളൊക്കെ എന്നെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും എന്നെ തടഞ്ഞിട്ടും പ്രയാസപ്പെടുത്തിയപ്പോൾ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചവരാണ് ഖദീജ. വറസഖനി അല്ലാഹു മിൻഹൽ വലദ ദൂന ഗൈരിഹാ മിനൻ നിസാ, എനിക്ക് ഭാര്യമാരെന്ന നിരക്ക് സന്താനങ്ങളുണ്ടായത് ഖദീജയിൽ നിന്ന് മാത്രമാണ്, മറ്റു ഭാര്യമാരൊന്നും ഉണ്ടായിട്ടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ഒരു സമയത്ത് പറയാണ്, മാ ഖിർതു അലാ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ ഖദീജ വ ഇന്നി ലം ഉദ്രിക്ഹ, ഖദീജ എന്ന് പറയുന്ന ഭാര്യയോട് എനിക്കുണ്ടായതുപോലെ മറ്റൊരു സഹഭാര്യമാരോടും എനിക്കൊരു വിഷമം ഒരിപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ ആ ഖദീജയെ കണ്ടിട്ടില്ല. ആ ഖദീജൻ്റെ നബി തങ്ങളുടെ ഭാര്യയായിരിക്കുമ്പോൾ ഞാനില്ല. ഖാലത്ത്, ഖദീജ ബീവി ആയിഷ ബീവി പറയാണ്, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദബഹ ശാത യഖൂൽ അർസിലു ബിഹാ ഇലാ അസ്ദിഖായ ഖദീജ, ഒരാട് അറുത്താൽ അതിൻ്റെ മാംസം ഖദീജ ബീവിൻ്റെ പരിചയക്കാർക്ക് സ്നേഹിതകൾക്ക് നിങ്ങൾ കൊടുത്തയക്കൂന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹത്തോടുകൂടെ ഖദീജ ബീവിയെ എപ്പോഴും ഓർക്കുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ തൻ്റെ യുവത്വത്തിലുള്ള 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരു ഭാര്യയെയും അള്ളാഹുവിൻ്റെ റസൂൽ കല്യാണം കഴിച്ചിട്ടില്ല എന്നത് ഖദീജ ബീവിയുടെ ഒരു മഹത്വമായി മഹാന്മാർ പഠിപ്പിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹസ്ബുക മിൻ നിസാഇൽ ആലമീന മറിയം ബിനതു ഇംറാൻ വ ഖദീജത്തു ബിൻത് ഖുവൈലിദ് വ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് വ ആസിയത്തു ഇംറഅത്തു ഫിർഔൻ, നബിയെ അങ്ങേക്ക് ഭൂമി ലോകത്ത് ജീവിച്ച ഭാര്യമാരിൽ 4 മഹദിമാർ പരിചയപ്പെടുത്തി തരട്ടെയോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് സ്ത്രീകളിലെ മഹദിമാരായ മഹത്വമുള്ള 4 മഹദിമാർ. ഒന്ന് ഇംറാന്റെ മകൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഖുവൈലിദിന്റെ മകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി, ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ബനൂ ഇസ്രായേലികളിലെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഈ മഹദിമാരാണ് സ്ത്രീകളിൽ ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മഹദിമാരായ മഹദികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ മഹത്വവും എല്ലാ സവിശേഷതയും എല്ലാ പ്രത്യേകതയുമുള്ള മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ മാസത്തിൽ മരണപ്പെടുകയും മക്കയിൽ ജുഹൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് മഹദിയെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ജനാസ ഖബറിലേക്ക് ഇറക്കിയത്. മക്കയിലുള്ള ജന്നത്തുൽ മുഅല്ലയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ചെന്ന് സന്ദർശിക്കുന്ന
അടയാളപ്പെടുത്തപ്പെട്ട ഖബർ ഷരീഫിൽ മഹദി അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹു ആ മഹദിയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.